നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സവേഷനെ കുറിച്ചാണ്. എക്സവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവിങ് എർത്ത്, റോക്ക് ഓർ അതർ മെറ്റീരിയൽസ് വിത്ത് ടൂൾസ്, എക്യുപ്മെന്റ്സ് ഓർ എക്സ്പ്ലോസീവ്. ടൂൾസോ എക്യുപ്മെന്റ്സോ എക്സ്പ്ലോസീവ്സോ ഉപയോഗിച്ച് ഭൂമിയെ നീക്കുക, ഭൂമി കുഴിക്കുക, അതുപോലുള്ള പ്രക്രിയകൾ. അതുപോലെ തന്നെ നമ്മൾ ക്വാറിയിലൊക്കെ നടക്കുന്ന റോക്ക്, പാറകൾ പൊട്ടിക്കുക, അതുപോലുള്ള സംഭവങ്ങളെയാണ് നമ്മൾ എക്സവേഷൻസ് എന്ന് പറയുന്നത്. It include earthwork, trenching, tunneling, underground. എർത്ത് ഭൂമിയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രക്രിയകൾ, കുഴിക്കല്, മാന്തല് തുടങ്ങിയ സംഭവങ്ങൾ. അതുപോലെ ട്രെഞ്ചിങ് എന്താണെന്ന് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ടണൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട്. ഇതെല്ലാം എക്സവേഷൻ്റെ അപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. എക്സവേഷൻസ് ഹാവ് ഇമ്പോർട്ടൻ്റ് അപ്ലിക്കേഷൻസ് ഇൻക്ലൂഡിങ് എക്സ്പ്ലോറേഷൻ, മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പുരാവസ്തു ഗവേഷണങ്ങൾ, മൈനിങ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലൊക്കെ എക്സവേഷന് ഭയങ്കര അപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ എക്സവേഷൻ ഈസ് യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ ടു ക്രിയേറ്റ് ബിൽഡിംഗ് ഫൗണ്ടേഷൻ, റിസർവോയേഴ്സ്, റോഡ്സ്. റോഡുകളും റിസർവോയറുകളും നമ്മുടെ ഫൗണ്ടേഷൻ, തറകളെല്ലാം നിർമ്മിക്കുമ്പോൾ എക്സവേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. Some of the different processes used in excavation include trenching, digging, dredging. ഇതിൽ ഡിഗ്ഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണയുള്ള കുഴിക്കൽ, ഡിപ്രഷൻ, ഇതെല്ലാം ഇതിൽ വരുന്നു. ട്രെഞ്ചിങ്ങും ഡ്രെഡ്ജിങ്ങും നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും. എക്സവേഷൻ: എനി മാൻമെയ്ഡ് കട്ട്, ക്യാവിറ്റി, ട്രെഞ്ച് ഓർ ഡിപ്രഷൻ ഇൻ ദ എർത്ത് സർഫസ് ഫോംഡ് ബൈ എർത്ത് റിമൂവൽ. അതായത് മാൻമെയ്ഡ് ആയിട്ടുള്ള കട്ട്, ക്യാവിറ്റി, ട്രെഞ്ച്, ഡിപ്രഷൻ പോലുള്ളവ എർത്ത് സർഫസിൽ ചെയ്യുമായി ബന്ധപ്പെട്ട് ഭൂമി നീക്കം ചെയ്യലും ഇതിൻ്റെ കൂടെ നടക്കുമ്പോഴാണ് നമ്മൾ എക്സവേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ട്രെഞ്ച്. ട്രെഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെഞ്ച് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രെഞ്ചിങ് എന്ന്. എ ട്രെഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് എ നാരോ എക്സവേഷൻ in relation to its length made below the surface of the ground. In general, the depth of the trench is greater than its width, but the width of trench measured at bottom is not greater than 15 feet or 4.6 meter. അതായത് അത് നാരോ എക്സവേഷൻ ആണ്. അതിൻ്റെ ലെങ്ത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു നാരോ, വീതി കുറഞ്ഞ ഒരു എക്സവേഷൻ ആയിട്ടാണ് ട്രെഞ്ചിൽ പറയുന്നത്. ഇത് നിർമ്മിക്കുന്നത് ഭൂമിക്കടിയിലാണ്, അതായത് ഭൂമോപരിതലത്തിന് താഴെ. നമ്മൾ ഭൂമിയിൽ ഒരു ചാല് കയറി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് താഴെയായി, അതത്രേ ഉള്ളൂ. ഇൻ ജനറൽ ദ ഡെപ്ത് ഓഫ് ദ ട്രെഞ്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് വിഡ്ത്ത്. അതായത് അതിൻ്റെ വിഡ്ത്തിനേക്കാളും ലെങ്ത് കൂടുതൽ അതിൻ്റെ ഡെപ്തിനായിരിക്കും. അതാണ് ട്രെഞ്ചിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ബട്ട് ദ വിഡ്ത്ത് ഓഫ് ദ ട്രെഞ്ച് ഈസ് മെഷർഡ് അറ്റ് ബോട്ടം. അതായത് ഈ ട്രെഞ്ച് നമ്മൾ നിർമ്മിക്കുമ്പോൾ സ്ലോപ്പ് ആയിട്ടെല്ലാം നിർമ്മിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രെഞ്ചിന്റെ വീതി നമ്മൾ കണക്കാക്കുന്ന ഏറ്റവും ബോട്ടം, ഏറ്റവും ബിലോ ആയിട്ടുള്ള ലെവലിലായിരിക്കും. ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 15 ഫീറ്റ്. അതായത് ഏകദേശം 15 അടിയിൽ കൂടുതൽ ഇതിന്റെ നീളം ഉണ്ടാവാൻ പാടില്ല, വീതിയുടെ നീളം ഉണ്ടാവാൻ പാടില്ല. ഈ 15 ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 4.6 മീറ്റർ ആണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡ്രെഡ്ജിങ്. The act of removing slit and other materials from bottom of water. അതായത് വെള്ളത്തിനടിയിൽ നിന്ന് സ്ലിറ്റ്, മണല് ആൻഡ് അതർ മെറ്റീരിയൽസ്, മണൽ പോലുള്ള മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡ്രെഡ്ജിങ് എന്ന് പറയാം. റിമൂവൽ ഓഫ് സെഡിമെന്റ്സ് ആൻഡ് ഡെബ്രിസ് ഫ്രം ബോട്ടം ഓഫ് ലേക്സ്, റിവേഴ്സ്, ഹാർബേഴ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്. അതായത് ജലാശയങ്ങളിൽ നിന്ന് സെഡിമെന്റ്സ്, അതുപോലെ തന്നെ ഡെബ്രിസ്, വേസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡ്രെഡ്ജിങ്. ഇൻക്രീസിങ് ദ ഡീപ്നെസ് ഓഫ് ലേക്സ്, അതെല്ലാം ഈ ഡ്രെഡ്ജിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ചില ഷിപ്പുകളെല്ലാം നമ്മളെ കരക്കടുത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഡെപ്ത് അവിടെ വേണം. ആ ഡെപ്ത് ഇല്ലെങ്കിൽ നമ്മൾ ഡെപ്ത് കൂട്ടാറുണ്ട്. ഈ പ്രോസസ്സിനെ ഡ്രെഡ്ജിങ് എന്ന് പറയും. നമ്മൾ ഭൂമിയിൽ എക്സവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ മണ്ണിന്റെ സ്ട്രെങ്ത് അറിയണം. അപ്പം മണ്ണിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് മണ്ണിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. ടൈപ്പ് എ
soil with an unconfined compressive strength of 1.5 tons per square foot or 144 kilopascal or greater. 144 kilopascalന് മുകളിലോ ആയിട്ടുള്ള അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള സോയിലുകളെ ടൈപ്പ് എ എന്ന് പറയുന്നു. അതുപോലെ തന്നെ സോയിൽ വിത്ത് ആൻ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 0.5 TSF ബട്ട് ലെസ് ദാൻ 1.5 TSF, അതായത് 1.5 TSFന് താഴെയും 0.5 TSFന് മുകളിലുമായിട്ടുള്ള അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള കാറ്റഗറിനെ നമ്മൾ ടൈപ്പ് ബി ടൈപ്പ് സോയിൽ എന്ന് പറയുന്നു. അതുപോലെ തന്നെ soil with unconfined compressive strength of 0.5 TSF or less, 0.5 TSFനോ അതിൽ താഴെയോ കംപ്രസീവ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള സോയിൽ ടൈപ്പിനെ നമ്മൾ ടൈപ്പ് സി എന്നും പറയുന്നു. അടുത്ത സെക്ഷൻ ആണ് സ്ലോപ്പിംഗ്. The excavation standards are based on the type of soil. ഈ ടൈപ്പ് ഓഫ് സോയിൽ ഏതാണെന്നുള്ളത് ഇനീഷ്യൽ സർവേക്ക് വരുന്ന ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉറപ്പിക്കും. അങ്ങനെ ടൈപ്പ് ഓഫ് സോയിലിനനുസരിച്ചാണ് എത്ര സ്ലോപ്പ് ഇവിടെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളും മറ്റു ഡിസൈനുകളെല്ലാം തീരുമാനിക്കുന്നത്. ബട്ട് നോർമലി സ്ലോപ്പിംഗ് ദ സൈഡ്സ് ഓഫ് എക്സവേഷൻ ടു ആൻ ആംഗിൾ നോട്ട് സ്റ്റീപ്പർ ദാൻ 1.5:1, അതായത് സാധാരണയായിട്ട് നമ്മൾ 1.5:1 എന്ന രൂപത്തിൽ വരുന്ന ഒരു ട്രയാങ്കിളിന്റെ സ്ലേക്കഡ് സൈഡിന് എത്ര ആംഗിൾ വരുന്നു ആ ഒരു പ്രൊപ്പോർഷനിലാണ് നമ്മൾ സാധാരണയായിട്ട് സ്ലോപ്പ് കൊടുക്കുന്നത്. അതായത് ഈ ചെരിഞ്ഞ സൈഡ് എത്രത്തോളം ഇൻക്ലിനേഷൻ ഉണ്ട് ആ ഒരു ഇൻക്ലിനേഷൻ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ സ്ലോപ്പിങ്ങിന് കൊടുക്കാറുള്ളത്. എ സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രേഡേഷൻ ഈസ് സേഫ് ഫോർ എനി ടൈപ്പ് ഓഫ് സോയിൽ. ഏത് ടൈപ്പ് സോയിൽ ആണെങ്കിലും, ടൈപ്പ് എ ആണെങ്കിലും ടൈപ്പ് ബി ആണെങ്കിലും ടൈപ്പ് സി ആണെങ്കിലും നോർമലായിട്ട് ഈ ഗ്രേഡേഷനിലുള്ള ഡിസൈനിലാണെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ട്രഞ്ചിങ്ങോ ഡിഗിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ സെക്ഷനിലോട്ട് വാഹനങ്ങളൊക്കെ വരേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ട്രഞ്ചിൽ നിന്ന് ഏകദേശം 1 മീറ്ററെങ്കിലും മിനിമം കഴിച്ചിട്ട് വേണം ആ വണ്ടി പാർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ കുഴിക്കുമ്പോൾ കിട്ടുന്ന മണ്ണ് റിമൂവ് ചെയ്യേണ്ടത് ഏകദേശം 1 മീറ്റർ ദൂരെ വേണം. അടുത്ത നമുക്ക് പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ് ഫോർ എക്സവേഷൻ എന്നുള്ള സെക്ഷൻ പരിചയപ്പെടാം. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഷീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് മണ്ണിടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷീൽഡ് ഉപയോഗിക്കുന്നു. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രഞ്ച് ബോക്സ് അല്ലെങ്കിൽ ട്രഞ്ച് ഷീൽഡ് എന്ന് പറയും. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള 2 പ്ലേറ്റുകൾ 2 സൈഡിലായിട്ട് വെക്കുന്നു. അതിനിടയിൽ ഒരു മെക്കാനിക്കൽ സ്ട്രറ്റ്, അത് അഡ്ജസ്റ്റബിൾ ആവാം, നോൺ അഡ്ജസ്റ്റബിൾ ആവാം. ഈ അഡ്ജസ്റ്റബിൾ ആയിരിക്കും കൂടുതലായിട്ടും ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് താഴോട്ട് ഇടിഞ്ഞു വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും. എക്സവേഷനിൽ വരുന്ന മറ്റൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ആണ് ഷോറിംഗ് എന്ന് പറയുന്നത്. ഷോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ട്രക്ചർ that supports the sides of excavation and protects against cave-in, such as metallic, hydraulic or mechanical or timber shoring system that supports the sides. അതായത് ഈ എക്സവേഷൻ നടക്കുന്നതിന്റെ 2 സൈഡും അത് കേവിൻ ചെയ്യാതിരിക്കാനും ഇടിഞ്ഞു വീഴാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മെറ്റലിന്റെയോ അല്ലെങ്കിൽ ഹൈഡ്രോളിക്കോ അല്ലെങ്കിൽ മരത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ട് അത് വെക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഷോറിങ്. നമ്മൾ നേരത്തെ ട്രഞ്ച് ബോക്സിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 സൈഡിലും 2 ഷീറ്റ് കൂടി വെക്കും. ഈ ഷോറിങ്ങിന് ആ ഷീറ്റ് ഇല്ലാണ്ട് ആ സ്ട്രക്ട് മാത്രം വെക്കുന്ന പ്രോസസ്സിന് നമ്മൾ ഷോറിങ് എന്നും പറയും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്ലോപ്പിംഗ് ഈ എക്സവേഷന്റെ കേസിൽ വരുന്ന മറ്റൊരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം ആണ്. സ്ലോപ്പിംഗ് ഫോംസ് സൈഡ്സ് ഓഫ് എക്സവേഷൻ ദാറ്റ് ആർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദ എക്സവേഷൻ. അതായത് ഒരു സ്ലോപ്പ് കൊടുക്കും, 2 സൈഡിലും സ്ലോപ്പ് കൊടുക്കും. അതാണ് സ്ലോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ സ്ലോപ്പിംഗ് ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് 1:1.5 എന്ന് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സൈഡിന് എത്രത്തോളം ഇൻക്ലിനേഷൻ വരും ആ ഒരു ഇൻക്ലിനേഷനിലായിരിക്കും നമ്മൾ സ്ലോപ്പ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ സ്ലോപ്പ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കി മനസ്സിലാവും നമ്മളൊരു
ട്രഞ്ച് ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ട്രഞ്ച് ബോക്സ് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എക്സവേഷൻ നടത്തും. ഇവിടെ സ്ലോപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്ലോപ്പിങ്ങും എക്സവേഷനും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനങ്ങളുടെയും മറ്റൊക്കെ കുറെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ വാഹനങ്ങൾ വരുമ്പോൾ നിർബന്ധമായിട്ടും 1 മീറ്ററെങ്കിലും മിനിമം വിട്ട് വേണം നമ്മൾ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രഞ്ചിങ്ങിന്റെ സമയത്ത് വരുന്ന മണ്ണ് 1 മീറ്ററെങ്കിലും വിട്ട് വേണം നമ്മൾ റിമൂവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സെക്ഷൻ ആണ് എക്സവേഷൻ ഹസാർഡ്സ്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ആസ്ഫിക്സിയേഷൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ. നമുക്ക് ഓക്സിജന്റെ അഭാവം മൂലം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. ചില പ്രത്യേക സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എക്സവേഷൻ ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ശ്വാസം മുട്ടലിനെല്ലാം കാരണമാകും. ഇൻഹേലേഷൻ ഓഫ് ടോക്സിക് ഗ്യാസസ്, അതേപോലെ തന്നെ റണ്ണിങ് ആയിട്ടുള്ള പ്ലാന്റുകളിലെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ടോക്സിക് ഗ്യാസസുകളുടെ പ്രസൻസ് ഒക്കെ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഫയർ, മൂവിങ് മെഷീനറി നിയർ എഡ്ജ് ഓഫ് എക്സവേഷൻ ക്യാൻ കോസ് എ കൊളാപ്സ്. അതായത് മൂവിങ് മെഷീനറീസ്, നല്ല വെയിറ്റ് ഒക്കെ ഉള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ അതിനടുത്തുണ്ടാവും. അപ്പോൾ അത് ഇതിലോട്ട് വീണ് പോകാനും ഇടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റൽ സെർവിങ് ഓഫ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റി ലൈൻസ്. അണ്ടർഗ്രൗണ്ട് ആയിട്ട് പല ലൈൻസ്, വെള്ളവും ഓയിലും പല ലൈൻസും പോകുന്ന കുറെ സെക്ഷനുകളൊക്കെ ഉണ്ടാവും. അവിടെ ആവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വാട്ടർ അക്യുമുലേഷൻ, നമ്മൾ ട്രെഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മഴ പെയ്യുകയോ മറ്റു കാരണങ്ങളല്ല അതിൽ വെള്ളം വന്ന് മൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആക്സസ് അഗ്രസ്, അതിലോട്ട് പോകാനും വരാനും ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ ഈ എക്സവേഷന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാൾസ്, പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒന്നും പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് വീണു പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. നെക്സ്റ്റ് സെക്ഷൻ ആണ് ഇൻസ്പെക്ഷൻസ് ഓഫ് എക്സവേഷൻസ്. A competent person must make daily inspection of excavations, areas around them and protective systems. അതായത് ഇതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അതിനെ എല്ലാ ദിവസവും ഇൻസ്പെക്ട് ചെയ്യണം. ഈ എക്സവേഷൻസിനും അതുപോലെ തന്നെ ഏരിയാസ് അറൌണ്ട് ദം ആൻഡ് പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസ്, ആ എക്സവേഷൻ നടക്കുന്ന ഏരിയകളും അതിന് ചുറ്റുമുള്ള ഏരിയകളും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസും, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് സിസ്റ്റംസും പ്രോപ്പർ ആയിട്ടുണ്ടോ എന്ന് അയാൾ നിർബന്ധമായിട്ടും ഇൻസ്പെക്ട് ചെയ്യണം. ബിഫോർ വർക്ക് സ്റ്റാർട്ട്സ് ആൻഡ് നീഡഡ്, എല്ലാ ദിവസവും വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ടും അതുപോലെ തന്നെ പിന്നെ പീരിയോഡിക്കലി ആയിട്ടും നമ്മൾ എപ്പോഴും അതിനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ എപ്പോഴാണോ നമുക്ക് വേറെ ആവശ്യങ്ങൾ വരുന്നത്, വർക്കേഴ്സ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. ആഫ്റ്റർ റെയിൻ സ്റ്റോംസ്, ഹൈ വിൻഡ്സ് ആൻഡ് അതർ occurrence which may increase hazards. മഴ, വലിയ കാറ്റ് തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആദ്യം പോയി വിലയിരുത്തേണ്ട ആവശ്യകതയുണ്ട്. When you can reasonably anticipate an employee will be exposed to hazards. നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ആക്ച്വലി നമ്മൾ രാവിലെ ഇൻസ്പെക്ട് ചെയ്തു, അതിനുശേഷം വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വർക്ക് നടക്കുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും പോയി നമ്മൾ വീണ്ടും ഇൻസ്പെക്ട് ചെയ്യുക. അപ്പം എന്തെങ്കിലും അപകടമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വീണ്ടും അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അത് റെക്ടിഫൈ ചെയ്യുകയും വേണം. If the competent finds evidence of a possible cave-in, indication of failure of protective systems, hazardous atmosphere or other hazardous condition, അതായത് ഹസാർഡസ് ആയിട്ടുള്ള കണ്ടീഷനോ അറ്റ്മോസ്ഫിയറോ എന്തെങ്കിലും ആ ചുറ്റുപാടിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പോയ ആൾ കാണുകയാണെങ്കിൽ exposed employee must be removed from the hazardous area. ആ ഹസാർഡസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ആ വർക്കറിനെ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. Employees may not return until the necessary precautions have been taken. അപ്പോൾ നമ്മൾ കണ്ട ഹസാർഡസ് ആയിട്ടുള്ള സിറ്റുവേഷനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ വർക്കറിനെ അതിലോട്ട് തിരിച്ചയക്കാൻ പാടുള്ളൂ.